ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ യൂട്യൂബിൽ കൂടി എന്നെ ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തു യേശുവിൽ സ്നേഹവന്ദനം. കർത്താൽ പ്രിയരെ, ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 2 തിമോത്തി 3:16-17 വാക്യങ്ങളാണ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമായ ഈ ബൈബിൾ, അതിലെ എല്ലാ എഴുത്തുകളും ദൈവശ്വാസീയമാണ്. അതുകൊണ്ട് തന്നെ അത് മനുഷ്യന് വളരെ പ്രയോജനം ചെയ്യുന്നു. ഇതിനോട് കിടപിടിക്കുവാൻ ഈ ലോകത്തിൽ മറ്റൊരു പുസ്തകവുമില്ല. നമുക്കറിയാം, ഏത് പുസ്തകം വായിച്ചാലും 1, 2 അഥവാ 3 തവണയൊക്കെ വായിച്ചു കഴിയുമ്പോൾ, ഒരു പക്ഷേ പാഠ്യപുസ്തകങ്ങളാകുമ്പോൾ 2-3 പ്രാവശ്യം കൂടി വായിച്ചെന്നിരിക്കും. എന്നാൽ അതിനപ്പുറമായിട്ട് വായിക്കുവാൻ തോന്നുകയില്ല. അതുപോലെയല്ല നമ്മുടെ ഈ വിശുദ്ധ ഗ്രന്ഥം. ഇത് നമ്മുടെ ഡെയിലി ബ്രെഡാണ്. നമുക്ക് ദൈനംദിന ആവശ്യമുള്ള ഒരു കാര്യമാണത്. ഇത് നമുക്ക് മാറ്റിവെക്കുവാൻ പറ്റുകയില്ല. വെറുതെ ഷോക്കേസിൽ വയ്ക്കുവാനോ ഒരലങ്കാര വസ്തുവായി വയ്ക്കുവാനോ ഭയം കൂടാതെ ഇരിക്കാൻ തലയിണക്കീഴിൽ വയ്ക്കുവാനോ ഉള്ളതല്ല ഈ വിശുദ്ധ ഗ്രന്ഥം. ഇതിലെ ഓരോ വാക്കുകളും അർത്ഥങ്ങളും മനസ്സിലാക്കി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് നമുക്ക് പ്രയോജനം ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ അറിവ് ആഴവും പരപ്പും നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു കടൽ പോലെയാണ്. ഓരോ പ്രാവശ്യം നാം വായിക്കുമ്പോഴും എന്തോ ഒരു പുതിയ അറിവ് അല്ലെങ്കിൽ ഒരു പുതിയമ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനു പുറമെ ഈ തിരുവചനത്തിന് മറ്റു ചില പ്രത്യേകതകളും കൂടിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, അത് ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്ന ഒരേ ഒരു പുസ്തകമാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. ദൈവം മനുഷ്യനെയും മൃഗങ്ങളെയും ഒരേ ദിവസം സൃഷ്ടിച്ചുവെങ്കിലും വ്യത്യസ്തമായ ഉദ്ദേശങ്ങളോടുകൂടിയാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ മൃഗങ്ങളെയും മറ്റു സകല ചരാചരങ്ങളെയും വാഴുവാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ അതിനുപരിയായി ദൈവത്തെ അറിയുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവനെ ആരാധിക്കുവാനും അവനെ സ്നേഹിക്കുവാനും കൂടി ഒക്കെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്, അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും മഹത്വവും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നെന്ന്. ഇതിൽ പരം മനുഷ്യൻ എന്താണ് വേണ്ടത്? എന്നാൽ ഭയങ്കരവും അതിശയകരവുമായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ദൈവത്തിന് തീർച്ചയായിട്ടും സ്തോത്രം കരയേറ്റേണ്ടതാണ്. അതെ, തിരുവെഴുത്തിലെ ദൈവസ്നേഹം നാം മനസ്സിലാക്കണം. ദൈവസ്നേഹം നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ പരിവർത്തിക്കണം. അതിനാണ് നാം ഈ തിരുവചനം ധ്യാനിക്കേണ്ടത്. അതിൽ വ്യക്തമായി കാണിക്കുന്നുണ്ട് ദൈവം നമ്മെ എപ്രകാരം സ്നേഹിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ മനസ്സ് നമുക്ക് വേണ്ടി എത്രമാത്രം വ്യഗ്രതയോടുകൂടി നമ്മെ കാത്തിരിക്കുന്നു എന്നും ഒക്കെയും എടുത്തു പറയുന്നുണ്ട്. രണ്ടാമതായി, മനുഷ്യരാശിയുടെ അവസ്ഥ വെളിപ്പെടുത്തുന്ന ഒരേ ഒരു പുസ്തകമാണ് ഈ ബൈബിൾ. സങ്കീർത്തനം 39:5 ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. അത് മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥയാണ്. ശലോമോൻ പറയുന്ന പോലെ, മായ മായ എന്ന് പറയുന്ന ശലോമോൻ ചോദിക്കുകയാണ്, സൂര്യന് കീഴെ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭമെന്ന്. മനുഷ്യൻ്റെ പ്ലാനും പദ്ധതികളും ഭാവനയും സങ്കല്പങ്ങളും എല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് തകിടം മറിഞ്ഞു പോകും. അത് മനുഷ്യൻ ചിന്തിക്കുന്നില്ല. മനുഷ്യൻ ഈ ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ അഹങ്കാരം, അവൻ്റെ ഗർവമാനസം എന്തോ ആയിരിക്കും. അങ്ങനെയല്ല നാം ജീവിക്കേണ്ടത്. നാം ക്ഷമാമാനസരായിട്ട് ദൈവത്തെ അറിഞ്ഞ് ജീവിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഏറ്റവും താഴ്മയുള്ളവരായി ജീവിക്കേണ്ടതുണ്ട്. നാം പറയാറുണ്ട്, വിരുന്ന് ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപ ഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യൻ്റെയും അവസാനം. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയെന്ന്. നാം എത്രമാത്രം ശ്രമിച്ചാലും നമുക്ക് നമ്മുടേതായ ചിന്തകളിൽ കൂടി പല പടവുകൾ ചവിട്ടിക്കടക്കുവാൻ കഴിഞ്ഞെന്ന് വരാം. പക്ഷെങ്കിൽ അതൊക്കെയും ഒരു നിമിഷം കൊണ്ട് തരിപ്പണമാകും. നമുക്കറിയത്തില്ല അടുത്ത നിമിഷം നമുക്കുള്ളതാണോ എന്ന്. ഒരു ചിന്ത എപ്പോഴും മനുഷ്യനെ ഭരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി
ആ അഹങ്കാര ഭാവത്തെയൊക്കെ മാറ്റി സൗമ്യതയോടെ ജീവിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒബേദ്യ 4-4 വാക്യത്തിൽ പറയുന്ന അവസ്ഥ ഒരു പക്ഷേ നമ്മയും കടന്നു പിടിച്ചെന്ന് വരാം. മൂന്നാമതായി, രക്ഷയുടെ മാർഗം കാട്ടിത്തരുന്ന ഒരേ ഒരു പുസ്തകമാണ് ഈ ബൈബിൾ. യോഹന്നാൻ 3:16 നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. തൻ്റെ സ്വന്തം പുത്രനെയാണ് നമുക്ക് വേണ്ടി അവൻ ഈ ലോകത്തിലേക്ക് അയച്ചത്. കാരണം നമ്മെ വീണ്ടെടുക്കുവാൻ, നമുക്ക് രക്ഷ തരുവാൻ, അതിനുവേണ്ടി. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, യേശുവിനെ യെരൂശലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്ന ശീമോൻ എന്ന വ്യക്തി യേശുവിനെ കയ്യിലെടുത്തിട്ട് പറയുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, നീ സകല ജാതികളുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അപ്പോൾ ആ രക്ഷയാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. ആ രക്ഷ നേടുവാൻ വേണ്ടിയാണ് നാം ബൈബിളിനെ ഇത്രമാത്രം വിശുദ്ധമായി കരുതി അതിനെ ധ്യാനിച്ച് അതിലെ വചനങ്ങളെ ഉരുവിട്ട് അതിൻ്റെ വചനപ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കേണ്ടത്. നാലാമത്, പാപിയുടെ നാശം വെളിപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. 73-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടനോടും അഹങ്കാരികളോടും ഒന്നും അസൂയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമായി അവിടെ കാണിച്ചു തരുമ്പോൾ അവരുടെ അവസ്ഥ 18 മുതലുള്ള 20 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിലും പറയുന്ന പോലെ രണ്ടാം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകും ഒരു പാപി എന്ന് വ്യക്തമാക്കി അവിടെ തെളിയിച്ച് കാണിക്കുകയാണ്. തന്മൂലം എന്താണ് ചെയ്യേണ്ടത്? പാപി മനം തിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പാപത്തിൻ്റെ അവസ്ഥ, ഒരു പാപി ജീവിക്കുമ്പോൾ അവൻ ചിന്തിക്കുന്ന 2 കാര്യങ്ങളുണ്ടെന്ന്, അവൻ ഓർക്കുന്നത് ഞാൻ ചെയ്യുന്ന പാപങ്ങളൊന്നും ആരും അറിയുന്നില്ല. പിന്നീട് അവൻ ചിന്തിക്കുന്നത് എന്താണ്? ഇങ്ങനെയൊക്കെ കുറച്ചുനാൾ ജീവിച്ചാലും വേണ്ടില്ല, അതിന് ഒരു സമയമുണ്ടല്ലോ, ഞാൻ സമയമാകുമ്പോൾ മാനസാന്തരപ്പെട്ടോളാം. പക്ഷെങ്കിൽ നാളെ അടുത്ത നിമിഷം നമുക്കുള്ളതാണോ എന്ന് നാം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ പാപത്തിൻ്റെ എല്ലാ കെട്ടുകളെയും അഴിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞ് ഒരു മാനസാന്തരം, ഒരു രൂപാന്തരം പ്രാപിച്ച വ്യക്തിയായി നാം ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് നാം ചെയ്ത തെറ്റുകളെയൊക്കെയും ക്ഷമിക്കുവാൻ പ്രാപ്തനായവൻ്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് അവൻ്റെ ആ പൊന്നു പാദപീഠത്തിലേക്ക് കിടന്ന് നിലവിളിക്കുമ്പോൾ അവൻ നമ്മുടെ പാപങ്ങളെയൊക്കെയും ക്ഷമിച്ച് അവൻ നമ്മെ നിത്യജീവനിലേക്ക് ഒരുക്കുന്നവനാകും. വീണ്ടുമുള്ളത്, ഒരു വിശ്വാസിയുടെ പ്രത്യാശ അഥവാ അവൻ്റെ സന്തോഷം, അവൻ്റെ ആനന്ദം ഒക്കെയും പരാമർശിക്കുന്ന ഒരേ ഒരു പുസ്തകം ഈ വിശുദ്ധ ബൈബിളാണ്. കാരണം നമ്മുടെ പ്രത്യാശ കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടൊപ്പം എടുക്കപ്പെട്ട് നിത്യതയിൽ അവനോടൊപ്പം വാഴണമെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ നാം ഇത്രമാത്രം വിശുദ്ധിയോടെ ജീവിച്ചാൽ പറ്റും. ഓരോ ദിവസവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ഉയരുവാൻ, ഓരോ നിമിഷവും നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവർത്തനം ഒക്കെയും ദൈവഹിതമാണോ, ദൈവത്തിന് ഇഷ്ടമുള്ളതാണോ എന്ന് ആരാഞ്ഞറിഞ്ഞ് ആ പ്രത്യാശയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാൻ കഴിയുകയുള്ളൂ. അവൻ്റെ സന്നിധിയിൽ അവനോടൊപ്പം വാഴണമെങ്കിൽ ഇത്രമാത്രം വിശുദ്ധിയോടെ ജീവിക്കണം. അതിനൊക്കെയും ഉതകുന്നതാണ് ഈ പുസ്തകം. അതാണ് നാം മേൽപ്പറഞ്ഞതുപോലെ ഇതിലെ ഓരോ കാര്യങ്ങളും ഓരോ വചനങ്ങളും നമ്മുടെ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതീകരണത്തിനും എല്ലാം ഉതകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നാം എപ്പോഴും അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അത് വായിക്കണം. അത് വെറും ഒരു ചടങ്ങായിട്ട് വായിച്ചു തീർക്കുവാനല്ല, ഒരു ദിവസത്തെ ഒരു ദിനചര്യ പോലെ ജസ്റ്റ് ഒന്ന് വായിച്ചു തീർക്കൂ എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അത് വായിച്ച് ധ്യാനിച്ച് ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിപ്പാനുള്ള ആ ദൈവശക്തി, ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് ആക്കുവാനും അതൊക്കെയും നമുക്ക് അതിനുവേണ്ടി പ്രയോജനമുള്ളതാണ് ഈ വചനങ്ങൾ എന്ന് മനസ്സിലാക്കി വേണം അത് വായിക്കുവാനും. അങ്ങനെ ദൈവത്തെ ധ്യാനിച്ച് ഉൾക്കൊണ്ട് അവനെ ശരണപ്പെട്ട് അവയൊക്കെയും നാം അനുസരിച്ച് വിശുദ്ധിയോടെ സൽപ്രവൃത്തികൾ ചെയ്തു വേണം നാം ജീവിക്കുവാനും. ഒരു പഠിക്കുന്ന കുട്ടി അവൻ പരീക്ഷയിലെ ആ ഒരു പരീക്ഷ എന്ന കടമ്പ ഒന്ന് കടക്കുവാൻ വേണ്ടിയാണ് അവൻ അതൊക്കെയും പഠിക്കുന്നത്. എത്ര ജാഗ്രതയോടെ പഠിച്ച് അവൻ ഉന്നത ജയം കരസ്ഥമാക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ വിശുദ്ധ പുസ്തകം വായിക്കുന്നത് എന്തിനു വേണ്ടിയാണ്?
ഈ ലോകത്തിലെ പരീക്ഷകളിൽ നിന്ന് നാം ഒക്കെയും അതിനെയൊക്കെ തരണം ചെയ്ത് അതിനെയൊക്കെ അതിജീവിച്ച് ഏത് പ്രതിസന്ധി വന്നാലും നമ്മെ കരം പിടിച്ച് നമ്മെ വഴി കാണിക്കുവാൻ പറ്റുന്ന വചനങ്ങളാണ് ദൈവശാസ്യമായ ഈ വചനങ്ങൾ. അതുകൊണ്ട് ഈ വചനത്തിൽ ഒക്കെയും നാം ധ്യാനിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി ആ വാടാത്ത കിരീടം പ്രാപിക്കണമെങ്കിൽ അതേ ദൈവവചനത്തോട് പറ്റിച്ചേർന്ന് ദൈവമായുള്ള ആ ബന്ധം ഓരോ നിമിഷവും പുതുക്കി വേണം നാം ജീവിക്കുവാൻ. അതിനായി തന്നെ നമുക്ക് ഏവർക്കും ഒരുങ്ങാം. ലഭിക്കുന്ന സമയമൊക്കെയും ബൈബിൾ വായിക്കുവാനും ദൈവശക്തി പ്രാപിക്കുവാനും ഉള്ള ഒരു പ്രചോദനവും പ്രേരണയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.